ഇവ പുതുയുഗ യാത്രയുടെ ആവേശം എന്ന് പറഞ്ഞപ്പോ ഇത് എവിടെയാണ് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദൃശ്യം കണ്ടത്. എന്താ ആവേശം! ആവേശം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്തൊരാവേശം! സതീശൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ യാത്രയിൽ ഏറ്റവും ആവേശഭരിതരായി കണ്ടത് ഈ സന്ദർഭത്തിൽ മാത്രമാണ്. ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സതീശന്റെ ആവേശം എന്ന് പറഞ്ഞാൽ ആ ലെഗ് പീസ് പോണ പോക്ക് കണ്ട സതീശനെ എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ലീഗന്മാരും കോൺഗ്രസ്സുകാരും ആവേശത്തള്ളിച്ച ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഫീൽഡിൽ കണ്ട ഇവരുടെ ഏതെങ്കിലും യാത്രയ്ക്ക് ആവേശം എന്ന് പറഞ്ഞാൽ സ്റ്റേജിനകത്ത് കിടന്നുള്ള ഉന്തലും തള്ളലും മാത്രമാണ് നാട്ടുകാർ കണ്ടിരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഈ ആവേശമെന്ന് സതീശൻ ചോദിച്ചപ്പോൾ ആ യാത്ര മൊത്തത്തിൽ നോക്കിയിട്ട് ഒരിടത്തും ഒരു ആവേശം കാണാനില്ല. സതീശനും കുറച്ച് മാപ്രകൾക്കുള്ള ആവേശം മാത്രമാണ് ദൃശ്യമായത്. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ആവേശത്തെക്കുറിച്ചാണ്. വല്ലാത്തതരം ആവേശമാണ്. അതായത് ഡെയിലി 2-3 നേരം ഇമാതിരി ആവേശം ഇറക്കിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ സതീശന് ഒരു 10-25 കിലോ കൂടാനുള്ള സാധ്യതയുണ്ട്. പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മിക്കവാറും സതീശൻ സെഞ്ചുറി അടിക്കും വെയിറ്റിന്റെ കാര്യത്തിൽ എന്നാണ് തോന്നുന്നത്. അമ്മാതിരി ആവേശമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ വെറുതെ ഇവരുടെ യോഗത്തിലേക്ക് നോക്കുമ്പോൾ സ്റ്റേജിൽ കടന്ന് തമ്മിലടി ഉന്തും തള്ളും നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് എന്ത് ആവേശമെന്ന് നമ്മൾ ചോദിച്ചിരുന്നിടത്തുനിന്ന് എല്ലാം തിരുത്തി പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഫീൽഡിൽ കാണാനില്ലെങ്കിലും തീന്മേശയിൽ എല്ലാം കാണാനുണ്ട്. ഒരു പുതുയുഗ യാത്ര ഗാന്ധിയന്മാർ നടത്തുന്നത് എത്ര വിഭവ സമൃദ്ധമായിട്ടാണ്. ഇതിപ്പോ ഈ വളഞ്ഞിരുന്നത് ഏതെങ്കിലും CPM നേതാക്കന്മാരായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കഥ മെനഞ്ഞേനെ. ഓരോ വിഭവങ്ങളെയും പറ്റിയുള്ള പ്രത്യേകമായിട്ടുള്ള വിവരണങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്നേനെ. ഇത് പിന്നെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇങ്ങനെ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അണ്ണൻ തരും ടീമുകളായതുകൊണ്ട് ഓസിനങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് സതീശനും ആവേശഭരിതരാകും. ആ ആവേശം ഇവിടെ ഒഴികെ മറ്റൊരിടത്തും കാണാനില്ല. 3-ാം വട്ടം പുതുയുഗ പിറവി എന്ന് ഇവർ പറയുന്നത് തീന്മേശയിലാണ് പിറവി എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്.